ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് കാരബോൾ കപ്പിൻ്റെ FA കപ്പിൻ്റെയും പ്രഡിക്ഷൻസിനെ കുറിച്ച് പ്രഡിക്ഷൻ സീരീസിൽ എത്രാമത്തെയായിരുന്നു 7ാമത്തെ പാർട്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ FA കപ്പിനെയും കാരബോൾ കപ്പിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടി വന്നേക്കുന്നതാണ്. നമ്മൾ പ്രമിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ആർസണൽ എനിക്ക് തോന്നുന്നു ക്രിസ്റ്റൽ പാലസിനെ പോലെ പുതിയൊരു വിന്നർ FA കപ്പിനെയും കാത്തിരിക്കുന്നു എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ആസ്റ്റൺ വില്ല വിൽ ബി ദ വൺ. ആസ്റ്റൺ വില്ല വളരെ സങ്കടകരമായൊരു രീതിയിൽ ഔട്ടായതാണ് ഈ വർഷം. അവരുടെ ഫ്യൂച്ചർ വരെ കൊളാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു റെഫറിങ് ഡിസിഷൻ മാറി ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ നിൽക്കുന്നൊരു ടീമിന് FA കപ്പ് വളരെ ഡിറ്റർമിൻഡ് ആയിരിക്കും ഈ വർഷം ഒരു കപ്പടിക്കാൻ, ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് തിരിച്ചു പിടിക്കാൻ. അപ്പോൾ അവരെന്തായാലും FA കപ്പിൽ ഒരു നല്ല ഹോപ്പ് ഉണ്ട് അവർക്ക്. അപ്പോൾ FA കപ്പാണ് അവരുടെ മെയിൻ ലക്ഷ്യം തന്നെ. അവരെന്തായാലും അത് ജയിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അതവർ ജയിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കാരബോൾ കപ്പിലോട്ട് വരുവാണെങ്കിൽ കാരബോൾ കപ്പും പുതിയൊരു വിന്നറിനെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ് വിൽ ബി ഡോമിനേറ്റഡ് ബൈ പഴയൊരു ഡോമിനേറ്റിംഗ് ടീംസ് തന്നെയാണ് ഡോമിനേറ്റ് ചെയ്യാനുള്ള വളരെ വലിയ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ആ ഒരു റൺ അവസാനിച്ചപ്പോൾ അടുത്ത റൺ തുടങ്ങാം കേട്ടോ. അപ്പോൾ അത് ഏതായിരിക്കും എന്നെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഏതായിരിക്കും അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏതായിരിക്കും ഒരു നല്ല ടീമായിരിക്കും ജയിക്കാൻ സാധ്യതയുള്ളൂ കാരബോൾ കപ്പ്. ഐ തിങ്ക് ഓക്കെ ആരും ഇതിനോട് ഇതിലെന്ന് എനിക്കറിയാം. സ്പോർട്സ് വായിക്കുമായിരിക്കും, അല്ല ചെൽസി ആയിരിക്കും കേട്ടോ. അപ്പം ചെൽസി ഹാസ് ദ ടീം. അവർക്ക് ഒരു സീസണോട് 2 സീസണോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 ബില്യണെങ്കിലും ട്രാൻസ്ഫർ ബഡ്ജറ്റായിട്ട് കിട്ടും. കാരണം ആ 1 ബില്യണ് മേടിച്ച ട്രാഷ് പ്ലേയേഴ്സിനെ ഒക്കെ അവർക്ക് വേണമെങ്കിൽ വിൽക്കാം. 1 ബില്യണെങ്കിലും തിരിച്ച് കിട്ടും അവർക്ക്, മനസ്സിലായില്ലേ? പിന്നെ അവർക്ക് അത്യാവശ്യം മടുവേക്കുണ്ട്, പാമ്പറുണ്ട്. നിക്കോളസ് ജാക്സൺ അത്യാവശ്യം നല്ലൊരു പ്ലെയറാണ്. പുള്ളിക്കാരൻ ഇടക്കിടക്ക് ഫിനിഷിങ് ലാക്കിങ് ഉള്ളൂന്നുള്ളൂ. അപ്പോൾ അവർക്കായിരിക്കും കാരബോൾ കപ്പ് അടിക്കാൻ സാധ്യത കൂടുതൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ഇതിന് മുമ്പത്തെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ കാണണം. അപ്പോൾ ബൈ.